അല്ലു അർജുന്റെ വീടിന് നേരെ നടന്ന കോൺഗ്രസ് സ്പോൺസേഡ് ആക്രമണ പരിപാടിയാണ്. ആരോപണം ഉന്നയിച്ച് കേന്ദ്രമന്ത്രിയും തെലങ്കാന ബി.ജെ.പി. അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്ഡി രംഗത്ത്. സംസ്ഥാനത്ത് കോൺഗ്രസ് സർക്കാരിനെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താൻ തയ്യാറാകാത്തതിനാലാണ് അല്ലുവിനെ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതോടെ നടൻ അല്ലു അർജുന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതികളുടെ കോൺഗ്രസ് ബന്ധമാണ് മറനീക്കി പുറത്തുവരുന്നതും. കൊടങ്ങൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീനിവാസ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള ഇയാളുടെ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രേവന്ത് റെഡ്ഡിയുടെ അടുത്ത സഹായിയാണ് ശ്രീനിവാസ് എന്നാണ് BRS നേതാവായ കൃഷങ്ക് ആരോപിക്കുന്നത്. ശ്രീനിവാസ് റെഡ്ഡി ഓസ്മാനിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി നേതാവല്ല എന്നും ജില്ലാ പരിഷത്ത് ടെറിട്ടോറിയൽ ബന്ധം തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം കേസിൽ പ്രതികളായ 6 പേർക്ക് ഹൈദരാബാദ് കോടതി ജാമ്യം അനുവദിച്ചു. ഞായറാഴ്ച 4:45 അല്ലു അർജുന്റെ വീടിന് നേരെ ഒരു സംഘമെത്തി ആക്രമണം നടത്തിയത്. വീടിന്റെ പരിസരത്ത് കടന്ന് പൂച്ചട്ടികൾ തല്ലി തകർക്കുകയും അവിടെ ഉണ്ടായിരുന്നവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പുഷ്പ 2 പ്രീമിയറിനിടെ അല്ലു അർജുനെ കാണാൻ ഹൈദരാബാദിലെ തിയേറ്ററിലെത്തിയ സ്ത്രീ തിക്കിലും തിരക്കിലും മരണപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ അല്ലുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ അല്ലു അർജുൻ ആരാധകരുടെ വലിയ രോക്ഷ പ്രകടനമാണ് ഉണ്ടായതും. അതേസമയം സിനിമയുടെ പ്രത്യേക പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ വാദങ്ങളെ പൊളിച്ച് പോലീസ് രംഗത്ത്. യുവതിയുടെ മരണവിവരം അറിഞ്ഞിട്ടും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നുവെന്നും തിയേറ്ററിൽ നിന്ന് പോകാൻ തയ്യാറായില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇത് തെളിയിക്കുന്നതിനായി ചില CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. സ്ത്രീ മരിച്ചത് അറിഞ്ഞില്ല എന്നായിരുന്നു അല്ലുവിന്റെ വാദം. അല്ലു എത്തിയ സന്ധ്യ തിയേറ്ററിലെ CCTV ദൃശ്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നതും. താരത്തിന്റെ മാനേജറിനോട് ദുരന്ത വാർത്ത അറിയിച്ചെങ്കിലും അല്ലുവിനെ കാണാൻ അനുവദിച്ചില്ല എന്നാണ് SP രമേഷ് കുമാർ പറയുന്നത്. മാനേജറോട് നടൻ ഉടൻ തിയേറ്ററിൽ നിന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് വഴങ്ങിയില്ല. ഷോ പൂർത്തിയാകും വരെ തിയേറ്ററിൽ തുടരുമെന്ന് അല്ലു മറുപടി നൽകിയതായും പോലീസ് പറയുന്നു. തിയേറ്ററിൽ നിന്ന് മടങ്ങുമ്പോഴും അല്ലു ആരാധകരെ കാണുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തിരുന്നുവെന്നും പോലീസ് പറയുന്നു. നടന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെയും പോലീസിനെയും പിടിച്ചു തള്ളിയെന്നും ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറായ CV ആനന്ദ് പറയുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.